നമ്മുടെ നാട്ടിലെ ഭാഗ്യക്കുറി വിൽപ്പന രംഗത്ത് നിരവധി പേരാണ് തൊഴിലെടുത്ത് ഉപജീവനം കണ്ടെത്തുന്നത്. നിത്യവും 50, 60 അതുമല്ലെങ്കിൽ 100, 150 ടിക്കറ്റ് ഏജൻസിയിൽ നിന്നെടുത്ത് നിരവധി പേരെ കണ്ടതിന് ശേഷം വിൽപ്പന നടന്നെങ്കിൽ നടന്നു. ആ നിലയിൽ നിത്യ വരുമാനം കണ്ടെത്തുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ശാരീരികമായി വലിയ ശേഷിയില്ലാത്തവർ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ അവരുടെ കുടുംബനാഥന്മാർ, കുടുംബനാഥകൾ, ആ നിലയിൽ കുറേ ആളുകളാണ്, നിരവധി പേരാണ് ഈ തരത്തിൽ ലോട്ടറി വിൽപ്പന രംഗത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്നത്. അവർക്ക് പക്ഷേ ഒരുപാട് വിഷയങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഭാഗ്യക്കുറി വിൽക്കുന്നവരുടെ നിർഭാഗ്യങ്ങളാണ് പലപ്പോഴും അവരെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയാനുണ്ടാവുക. ഇപ്പോൾ പ്രധാനമായും കമ്മീഷൻ വ്യവസ്ഥയിൽ കുറവ് വന്നിരിക്കുന്നു. മറ്റൊന്ന്, സമ്മാന ഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു. സമ്മാനങ്ങൾ വളരെ കുറയുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നവും ഉണ്ട്. സമ്മാനങ്ങൾ കുറയുന്നു, അതോടൊപ്പം തന്നെ കമ്മീഷനും കൂടി കുറഞ്ഞതോടുകൂടി ലോട്ടറി രംഗത്ത് തൊഴിലെടുക്കുന്നവരുടെ പ്രയാസം എന്ന് പറയുന്നത് വലിയ നിലയിൽ വർദ്ധിച്ചു വരികയാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനങ്ങളിലാണ് ലോട്ടറി വിൽപ്പന രംഗത്ത് ഉള്ളവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളിലെ സൗഭാഗ്യത്തിന് മാറ്റിവെക്കുമ്പോൾ ടിക്കറ്റുകളിതാ ഞങ്ങളുടെ പക്കൽ ലഭിക്കുന്നു. ധനലക്ഷ്മി എന്ന നാമധേയത്തിൽ ബുധനാഴ്ച ഭാഗ്യക്കുറി 50 രൂപയ്ക്ക് 1 കോടി രൂപ ഒന്നാം സമ്മാനം, 50 ലക്ഷം രണ്ടാം സമ്മാനം. ഭാഗ്യപരീക്ഷണത്തിന്റെ ഭാഗമായി നിത്യേന ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. ഭാഗ്യപരീക്ഷണത്തിന് വലിയ തുക വരെ മാറ്റിവെക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. സർക്കാരിന്റെ പ്രധാനപ്പെട്ടൊരു വരുമാന മേഖല കൂടിയാണ് ഭാഗ്യക്കുറി. നിരവധി ചെറുകിട ഏജൻസികളും അവരിലൂടെ ടിക്കറ്റുകൾ വാങ്ങി വിൽപ്പന നടത്തുന്ന സാധാരണ തൊഴിലാളികളുമാണ് ലോട്ടറി മേഖലയുടെ നട്ടെല്ല്. ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന് ആളുകളുടെ മുന്നിൽ ഭാഗ്യം വെച്ച് നീട്ടുന്ന പലരുടെയും ജീവിതാവസ്ഥ ഏറെ പ്രയാസം നിറഞ്ഞതുമാണ്. ഈ ലോട്ടറി വിൽപ്പന രംഗത്ത് എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു. ഒരു ദിവസം എത്ര ടിക്കറ്റ് എടുക്കും വിൽപ്പന? ഇപ്പോൾ 60 ടിക്കറ്റ് എടുക്കും. പോകില്ല, മഴയായതുകൊണ്ട്. പിന്നെ പ്രൈസും എല്ലാം കുറവല്ലേ, അതുകൊണ്ട് പ്രൈസ് മുതൽ കുറവാണ്, അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് പോകില്ല. ഈ കമ്മീഷൻ ഇപ്പൊ കുറവാണോ? കമ്മീഷൻ കുറവാണ്. ഈ ആളുകൾ ലോട്ടറി എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അവരെ ഒരു പ്രതികരണം എങ്ങനെ? അതൊന്നും പറയാതെ, ചില ആളുകൾ ഒന്നും പറയൂല, ചിലവർ വേണ്ടെന്നോ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കും, വേണോ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകും. അത്ര തന്നെ കുറവ്. ഈ മുമ്പ് ലോട്ടറി രംഗത്ത് വരുന്നതിന് മുമ്പ് എന്താ തൊഴിൽ ചെയ്തുകൊണ്ട്? ഞാൻ എല്ലാ പണിക്കും പോകും. കൂലിപ്പണിക്കും പോകും, പിന്നെ വാർപ്പിൻ്റെ പണിക്ക് പോകും. പിന്നെ അതെല്ലാം നിർത്തിയതിന് ശേഷം തൊഴിലുറപ്പിന് പോയി. വീട്ടിൽ വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. ഈ ലോട്ടറി വിൽപ്പന കൊണ്ടുള്ള വരുമാനം കൊണ്ട് മാത്രമാണോ ഇപ്പോൾ? അപ്പോൾ അതേ ഉള്ളൂ. അതും പിന്നെ എൻ്റെ പെൻഷൻ, വിധവാ പെൻഷൻ കിട്ടും. അസുഖം ഉള്ളതുകൊണ്ടാണ് ഇനി വേറെ പണി എടുത്തുകൂടാതുകൊണ്ട്. വേറെ പണിക്ക് പോയിട്ട് എടുത്തുകൂടാ. ഡോക്ടർ പറഞ്ഞിട്ടാണ് കെട്ട് തലയിൽ വെക്കരുതെന്ന്. ഞാൻ കെട്ടിൻ്റെ എല്ലാം പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അന്നേരം തലയിൽ വെക്കരുതെന്ന് പറഞ്ഞിട്ട് കഴുത്തിന് വേദന വന്നിട്ട് കൊണ്ടുപോയി കാണിച്ചതാണ്. അന്നേരം എല്ലിൻ്റെ വേദന തേമാനാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നോക്കാനും പിന്നെ വേറെ ആൾ വേണ്ടേ. ഈ ഒരു ദിവസം എടുക്കുന്ന ടിക്കറ്റ് വിറ്റ് പോകാത്തത് നിങ്ങൾക്ക് നഷ്ടം വരും. വിറ്റ് പോകാത്തത് പ്രൈസ് ഇല്ലേ, നഷ്ടം വരും. കുറച്ചാൽ ചില സമയത്ത് ബാക്കി വരും. നിങ്ങൾ വിറ്റ ടിക്കറ്റിന് ഇതുവരെ പ്രൈസ് അടിക്കും, എന്നാലോ കുറവാണ്. 5000 വരെ അടിച്ചിട്ടുണ്ട്. 5000 വരെ കിട്ടും. അതും കുറവാണ്, കുറേ നാൾ കഴിയുമ്പോൾ കിട്ടും. എന്നാലും ഈ ഒരു ദിവസം ഇങ്ങനെ ആളുകൾ എടുക്കാതിരിക്കുമ്പോൾ കുറേ ആളുകളോട് ചോദിച്ചിട്ട് വേണമല്ലോ ഇത് എടുക്കാൻ. അപ്പോൾ നല്ല ക്ഷമയില്ലെങ്കിൽ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഇത് നിർത്തിക്കളയാൻ തോന്നിയിരുന്നോ? അങ്ങനെ നിർത്തിക്കളഞ്ഞാൽ എനിക്ക് ജീവിക്കേണ്ടത് കൊണ്ട് പിറ്റേന്ന് ആരെന്ത് പറഞ്ഞാലും കേട്ടിട്ട് പിറ്റേന്ന് കൊടുക്കും. എനിക്കും ജീവിക്കണ്ടേ. ലോട്ടറി രംഗത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രമക്കേടുകൾ, സമ്മാന ഘടനയിൽ വന്ന മാറ്റം, കമ്മീഷൻ കുറഞ്ഞത് തുടങ്ങിയവയെല്ലാം ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. പ്രൈസ് കുറവാണ്. ടിക്കറ്റ് നമ്മൾ 10-300 ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം വിറ്റതാണ്. ഇപ്പോൾ 100-120 രൂപ ടിക്കറ്റ് പോകുന്നില്ല, കാണുന്നില്ലേ? ടിക്കറ്റ് തീരെ സമയമായി. ടിക്കറ്റ് കുറേ ബാക്കിയാണ്. കമ്മീഷൻ ഇപ്പോൾ 6 റുപ്യ ഉണ്ട്. ചിലവായി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഉണ്ടായാലും അടിച്ചാലല്ലേ എടുക്കൂ. അപ്പോൾ പ്രൈസ് കുറവാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കച്ചവടവും കുറവ്, അതൊരു അവസ്ഥയാണ്.
എത്ര വർഷമായി ഈ രംഗത്ത്? ഇപ്പോൾ 9 വർഷമായി. എവിടെയാ വീട്? ഇവിടെ തില്ലങ്കേരി പഞ്ചായത്തിലാണ്, പഠിക്കച്ചാലും ചെയ്യുമ്പോൾ. ഒരു ദിവസം എത്ര ടിക്കറ്റ് നിങ്ങൾ വിൽപ്പനക്ക് എടുക്കും? ഒരു ദിവസം ആദ്യമെല്ലാം 10-300 എടുത്തിന്. ഇപ്പോൾ ഒരു 100-120 ടിക്കറ്റ് അത്രയേ ഉള്ളൂ. ആദ്യകാലത്ത് ഈ ഏജൻസി സമയത്തെല്ലാം നല്ല ടിക്കറ്റ് പോയി 40 റുപ്യയുള്ള സമയത്ത്. 50 റുപ്യേൻ്റെ ശേഷം ഇപ്പോൾ പോക്ക് കുറവാണ്. എന്നാലും പ്രൈസും അതിനനുസരിച്ചിട്ട് ഇല്ല. ഈ ഏജൻസിയിൽ നിന്ന് ആദ്യം കടം തരുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലേ, ഞാൻ റെഡി കാശ് കൊടുത്തിട്ടാണ് ഉള്ള പൈസ ഉള്ള പോലെയാണ് എടുക്കല്. എന്നാലും കുറച്ച് കൊടുക്കാനുണ്ട്. അതിന് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ കൈപ്പോയി. ടിക്കറ്റ് കടം വാങ്ങുന്ന പരിപാടികൾ ഞാൻ കൊടുക്കൽ കുറവാണ്. ഉണ്ട് പിന്നെ സ്ഥിരം എടുക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റൂല. അങ്ങനെയുള്ള പൈസ കൃത്യമായിട്ട് കിട്ടും. ചില ആൾ കിട്ടും, ചില ആൾ പിന്നെ അങ്ങനെയെങ്കിൽ പിന്നെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. നാളെ നമ്മളോട് എടുക്കണ്ടേ, നമ്മളെ കസ്റ്റമർ. ഇതുവരെ നിങ്ങൾ വിറ്റ ടിക്കറ്റിന് എത്ര പൈസ? 5000 അടിച്ചില്ല, ഫസ്റ്റ് പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ല. ഈ 9 വർഷത്തിനിടെ 9 വർഷത്തിൽ 5000 രൂപ മാത്രമാണ്. 5000 രൂപ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, എൻ്റെ ഭാര്യ, 2-3 മക്കളാണ്. അപ്പൊ ഈ കുടുംബം പോകുന്നത് ഈ ലോട്ടറി ഇട്ടിട്ടാണ്. അപ്പൊ നിങ്ങളെ ഭക്ഷണവും മറ്റു ചെലവുകളൊക്കെ കഴിഞ്ഞു തന്നെ രാത്രി വീട്ടിലെത്തും. പിന്നെ രാവിലെ വീട്ടുകാർ ഹോട്ടലിലെ ഭക്ഷണം, ബസ്സിൻ്റെ പൈസയും എല്ലാം കഴിച്ച ഒരു മെച്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജീവിച്ചു പോവാം. ഇപ്പം നമ്മളിവിടെ വരുന്നതിന് ആളുകളെ നമുക്കറിയാം. പിന്നെ നടക്കാൻ വയ്യാത്തവർ, അതായത് വടിയും കുത്തി വരുന്ന ആളുകൾ, പിന്നെ നടക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം തളർന്നിട്ടുള്ള ആളുകൾ, അവരെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും പിന്നെ ഇങ്ങനെ കൈകുത്തിയിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. അവരോട് അവരെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമെന്നുള്ള വളരെ ദയനീയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ കഞ്ഞി ഇതില്ലാത്തവരും പിന്നെ വീടില്ലാത്തവരും അങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെ അകത്തുള്ള. നമ്മളിപ്പം കുറേ ആളുകൾ ഇവിടെ വരുന്നതെന്ന് നമുക്കറിയാം. എന്നൊരു 80 വയസ്സിന് മേലെയുള്ള ആളുകൾ, അവരെന്ന് പറഞ്ഞാൽ ആരോടും പിന്നെ അവരെ അഭിമാനം ആണല്ലോ. നമുക്ക് ജീവിതത്തിൽ ഒരു വ്യക്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനമാണല്ലോ. ആ അഭിമാന പ്രശ്നം കൊണ്ട് അവർ ഈ 10 ടിക്കറ്റ് വിറ്റാൽ അവർക്കൊരു ചായ കുടിക്കുക. അവർ പറയുന്നതാണ്, നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ, മക്കളോടായാലും പുറത്തോട്ടായാലും 10 റുപ്യ നമ്മൾ ചോദിക്കണ്ടല്ലോ, നമുക്ക് ചായ കുടിക്കാനുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് നടക്കാൻ പറ്റുന്നിടത്തോളം, വലിയ വടിയും കുത്തി പോകാൻ കഴിയുന്നിടത്തോളം നമ്മളത് വെക്കും. അതാണ് നമ്മളെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പല ആളുകളുണ്ട്, ഒരു 80 വയസ്സായിട്ടുള്ള കുറേ ആളുകൾ നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. സാധാരണ ഒരു ലോട്ടറി തൊഴിലാളി 2600 രൂപ കൊടുത്ത് 60 ലോട്ടറി ടിക്കറ്റ് വാങ്ങിയാൽ അത് വിൽപ്പന നടത്തിയാൽ കിട്ടുന്നത് 380 രൂപയാണ്. ടിക്കറ്റ് ബാക്കിയായാൽ അതും നഷ്ടം. എത്ര വർഷമായി ലോട്ടറി രംഗത്ത്? 4-5 കൊല്ലം. ഒരു ദിവസം എത്ര ടിക്കറ്റ് വിൽപ്പനക്കായി എടുക്കും? 120-150 അങ്ങനെ ഒന്നും കിട്ടില്ല, കുറവല്ല. ഈ 120 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 120 വിറ്റ് പോകാറുണ്ടോ? വിറ്റ് ചിലപ്പം ബാക്കി വരും, ചിലപ്പം വിറ്റ്. ഈ ബാക്കി വരുന്ന ടിക്കറ്റ് എന്ത് ചെയ്യും? അത് നമ്മൾ സഹിക്കണം. അത് നഷ്ടം വരാറില്ല. നഷ്ടം വരാം. ഇപ്പോൾ ഇതിന്റെ കമ്മീഷൻ വ്യവസ്ഥയൊക്കെ എങ്ങനെയാ? കുറവാ, ഭയങ്കര. എല്ലാം വിൽക്കുന്നവർക്കൊന്നും കിട്ടുന്നില്ല, പൈസയും ഇല്ല, ഒന്നുമില്ല. ജനങ്ങളെ എടുക്കാൻ താല്പര്യക്കുറവാണ്, വളരെ പോക്കാം. മുമ്പ് എന്താ തൊഴിൽ ചെയ്തോണ്ട്? ഞാൻ പപ്പടത്തിൻ്റെ പണിയുണ്ട്. ഇതുവരെ നിങ്ങൾ വിറ്റ ടിക്കറ്റിന് പ്രൈസ് അടിച്ചിട്ടുണ്ട്? അടക്ക് വേവും, അടക്കില്ല. കുറേ കാലം അടക്ക് പോകും. ഒരു ദിവസം എത്ര ഏകദേശം വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? നമുക്കിപ്പോൾ കുറവാണ്. ഇത് വിറ്റിൽ 100 വിട്ടാൽ ഒരു 800 റുപ്യ താഴെ കിട്ടും. എത്ര? 800 റുപ്യ താഴെ കിട്ടും ഇത് വിറ്റാലിപ്പോൾ. ആദ്യം 40 റുപ്യ ആകുമ്പോൾ നല്ലൊരു ഇത് കിട്ടാറുണ്ട്, പ്രൈസും ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല. 50 ആക്കിയാൽ വളരെ പോക്കാം. ഈ എത്ര ആളുകളെ ഒരു ദിവസം നിങ്ങൾ കാണുന്നുണ്ടാവും? ചിലപ്പോൾ കുറേ ആളെ കാണണം. ചില ആൾ എടുക്കില്ല. ചില ഇപ്പം വളരെ കുറവാണ് എടുക്കൽ. സ്ഥിരം എടുക്കുന്ന ആളെല്ലാം ഒഴിവായി. 4-5 എടുക്കുന്ന ആളെല്ലാം കുറഞ്ഞു. സെറ്റ് എടുക്കുന്ന ആളുണ്ട്, എല്ലാം കുറഞ്ഞു. പൈസ പോകാതെ എടുക്കലില്ല. ലോട്ടറി GSTയിലെ മാറ്റമാണ് ചെറുകിട ഏജൻസിക്കാരെ പ്രയാസത്തിലാക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 28% 40% GST വന്നു. ആ 40% GST വന്നതിനും സർക്കാരിന് സ്വാഭാവികമായിട്ടും പിന്നെ മുന്നത്തെ കച്ചവടത്തിൻ്റെ ഇത് വേവറേജ് ആയിട്ടുള്ളൊരു പിന്നെ കുറവ് വരുമല്ലോ. ആ കുറവ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ പ്രൈസ് ഘടനയിൽ വലിയൊരു മാറ്റം വന്നു. ആ പ്രൈസ് ഘടനയിൽ മാറ്റം വരുമ്പോൾ സമ്മാനത്തിൻ്റെ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ ചെറിയൊരു കുറവ് വന്നു. അപ്പോൾ സർക്കാർ പറയുന്നത് സർക്കാരിനൊരു 3% 4% മാത്രമേ സർക്കാരിന് ലാഭമുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ പറയുന്നത്. അപ്പോൾ ഈ GSTയിലൊരു മാറ്റം വരുമ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ പ്രൈസ് ഘടന കുറച്ചും കൂടി മാറ്റാനും പറ്റും, ജനങ്ങൾക്ക് കൊടുക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, അതായത് 40 റുപ്യുള്ള 50 റുപ്യാക്കി, 28 40% GST വന്നപ്പോൾ 40 റുപ്യുള്ളത് 50 റുപ്യാക്കി. അപ്പോൾ അത് പ്രൈസ് ഘടനേനെ നമുക്ക് ബാധിച്ചിട്ടുണ്ട്. അതാണ് ഒരു പ്രയാസത്തിൻ്റെ ഒരു പ്രധാന കാര്യം. ഇപ്പോൾ ഈ പ്രൈസ് വളരെ കുറവാണ്. എങ്ങനെയാണ് അതിൻ്റെ വിൽപ്പനക്കാരങ്ങനെ പറയുന്നത്? ഈ കാര്യം വിൽപ്പനക്കാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ 5000ത്തിൻ്റെ അകത്ത് ചെറിയൊരു കുറവ് വന്നു, പിന്നെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് വന്നു. ആ കുറവ് വരാനുണ്ടായ കാരണം ഇതാണ്,
GST 27-40-12% GST കൂടുമ്പോൾ അതിനനുസരിച്ച് വരുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5,000 വർദ്ധിപ്പിക്കേണ്ടെങ്കിൽ പോലും ഒരു 80 ലക്ഷം ഉറുപ്പിയോളം ഒരു 5,000 വർദ്ധിപ്പിക്കുമ്പോൾ വരും. അത്രയും വരുന്നതാണ് ഇതിൻ്റെ അകത്ത് വരുന്നൊരു ഘടന. അപ്പോൾ ഇപ്പോഴത്തെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും പ്രസ് ഘടനയിൽ നമ്മളൊരു മാറ്റം വരുത്തും. അപ്പോൾ GST കാര്യത്തിലും ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കും. ഇതെല്ലാം മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ തൊഴിൽ മേഖലയും നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഭാഗ്യക്കുറി വിൽക്കുന്നവരുടെ തൊഴിൽ മേഖല ഇങ്ങനെ ഈ പറഞ്ഞത് പ്രകാരം ഒട്ടേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നിത്യ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി നിത്യവും നിരവധി മനുഷ്യരെ നേരിട്ട് സമീപിക്കുന്നവരാണ് ലോട്ടറി രംഗത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾ. അവർക്ക് ഒരുപക്ഷെ സമൂഹം അറിയാത്ത ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റ് കാര്യമായ തൊഴിൽ ചെയ്യാൻ അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒത്തുവരാത്തവർ, അവരൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് ലോട്ടറി വിൽപ്പന എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ ആളുകളെ കണ്ടാൽ ഒരു ടിക്കറ്റ് എടുത്താൽ ആയി. ഇപ്പോൾ സമ്മാന ഘടനയും മാറിയതോടുകൂടി, സമ്മാനം കുറഞ്ഞതോടുകൂടി, കമ്മീഷൻ കുറഞ്ഞതോടുകൂടി അവരുടെ ജീവിതം, അവരുടെ അധ്വാനം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്, പ്രതിസന്ധിയും കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അവർക്ക് പ്രതീക്ഷയുണ്ട്. ഇതിലെല്ലാം ഒരു മാറ്റം വന്ന് ലോട്ടറി വിൽപ്പന നടത്തുന്നവരുടെ തൊഴിലിലും വരുമാനത്തിലുമൊക്കെ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷയാണ് അവരും വെച്ച് പുലർത്തുന്നത്. അവരുടെ പ്രതീക്ഷ ആ നിലയിലാണ്. ക്യാമറമാൻ ജിതിനൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.